ഡിയേഴ്സ്, ഹൗ ആർ യു ഓൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ 12th സ്റ്റാൻഡേർഡ് ബയോളജിയിലെ ഒരു ചെറിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനാണ് എത്തിയിരിക്കുന്നത്. എൻ്റെ പേര് സുമിന എന്നാണ്. ഓക്കെ, വെൽക്കം ഓൾ ടു ടുഡേയ്സ് സെഷൻ. സോ ഫസ്റ്റ്ലി ബിഫോർ മൂവിങ് ഓൺ ടു ടുഡേയ്സ് ടോപ്പിക്, ഞാനിവിടെ ഒരു സ്ലൈഡ് കാണിച്ചിട്ടുണ്ട്. നിങ്ങളതൊന്ന് ഒബ്സർവ് ചെയ്യാണ് ആദ്യം വേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഇവിടെ കുറേ ഇമേജസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു പ്ലാന്റിൽ ഫ്ലവർ വിരിഞ്ഞ് വിത്തായി ആ വിത്ത് മുളച്ച് കുഞ്ഞു ചെടികൾ ആവുന്നത് കാണുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ കാണാം? ഒരു പെയർ ഓഫ് പാരറ്റ്സ് അല്ലേ, മെയിൽ ആൻഡ് ഫീമെയിൽ പാരറ്റ്സ് മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് കുഞ്ഞാവുന്നത് കാണുന്നുണ്ട് അല്ലേ. പിന്നെ ബഡ്ഡിങ് ഓഫ് ഹൈഡ്ര. അപ്പോൾ ഇതെല്ലാം ഒരു ബയോളജിക്കൽ പ്രോസസ്സിൻ്റെ എക്സാമ്പിൾ ഇമേജസ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഏതാണ് ആ ബയോളജിക്കൽ പ്രോസസ്സ് എന്ന് നിങ്ങൾക്ക് പറയാമോ? യെസ്, റിപ്രൊഡക്ഷൻ. സോ റിപ്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മളുടെ ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായിട്ടുള്ള, അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് അല്ലേ. സോ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ ഒരു ഓർഗാനിസം അവയോട് സാദൃശ്യമുള്ള കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയാണ് അല്ലേ. സോ യങ് വൺ സിമിലർ ടു ഇറ്റ് സെൽഫ് ആർ പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇവിടെ ഹൈഡ്രയുടെ കേസ് നോക്കുവാണെങ്കിൽ ഒരു സിംഗിൾ പാരൻ്റാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് അല്ലേ. അതുപോലെ പാരറ്റ്സിൻ്റെ കേസ്, അതുപോലെ ഫ്ലവേഴ്സിൻ്റെ കേസൊക്കെ നോക്കുവാണെങ്കിലോ അവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻസ് ഇൻവോൾവ് ആവുന്നുണ്ട് അല്ലേ. സോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്രൊഡക്ഷനെ നമ്മൾ ബ്രോഡ്ലി രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ബ്രോഡ്ലി 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണതെന്ന് നിങ്ങൾക്ക് പറയാമോ? Which are those 2 types? Yes, they are sexual and asexual reproduction. അസെക്ഷൽ റിപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, ഒരു സിംഗിൾ പാരൻറ്റ് അവയോട് സാദൃശ്യമുള്ള യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത് ബൈനറി ഫിഷൻ, അതുപോലെ ബഡ്ഡിങ് എക്സെട്ര. ഇനി നമ്മൾ പറയുകയാണ് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ്റെ പ്രത്യേകത എന്താണ്? യെസ്, അവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻസ് ഇൻവോൾവ് ആവുന്നുണ്ട് അല്ലേ, ഓപ്പോസിറ്റ് സെക്സ് ഇൻവോൾവ് ആവുന്നുണ്ട്. അവിടെ ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഗ്യാമേറ്റ്സിൻ്റെ ഫോർമേഷനും ഫ്യൂഷനും സംഭവിക്കുന്നുണ്ട് അല്ലേ. ഹ്യൂമൻസിൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ ഫീമെയിൽ ഗ്യാമേറ്റ്സ് എവിടെയാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്? എഗ്ഗിലാണ് അല്ലേ. മെയിൽ ഗ്യാമേറ്റ്സ് സ്പേംസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇവയുടെ ഫ്യൂഷനാണ് സെക്ഷൽ റിപ്രൊഡക്ഷനിൽ സംഭവിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ്, ഓക്കെ, പ്ലാന്റ്സിൻ്റെ കേസിൽ വരുമ്പോൾ അവിടെയും മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് ഇൻവോൾവ് ആവുന്നുണ്ട്. സോ അവിടെ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടുണ്ട്, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഹിബിസ്കസ് ഫ്ലവർ കാണുന്നുണ്ടോ? ഇവിടെ നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു യെല്ലോ പാർട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ടച്ച് ചെയ്ത് അതിൻ്റെ ഒരു യെല്ലോ ഡസ്റ്റ് നിങ്ങളുടെ കയ്യിലായിട്ടുണ്ടാവും അല്ലേ. സോ ഈ പർട്ടിക്കുലർ ഡസ്റ്റ്, വാട്ട് ഈസ് ദാറ്റ്? എന്താണത്? യെസ്, പോളൻ ഗ്രെയിൻസ് ആണ് അല്ലേ. ദേ ആർ പോളൻ ഗ്രെയിൻസ്. നമുക്കറിയാം ഇവിടെ സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി, ഉൾപ്പെടുന്ന ഗൈനീഷ്യമാണ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. ഗൈനീഷ്യത്തിൽ ഫീമെയിൽ ഗ്യാമേറ്റ്സിന് നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക? ഓവ്യൂളിലാണ് അല്ലേ. നമ്മളുടെ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്? ആൻഡ്രീഷ്യമാണ് അല്ലേ. സോ ഈ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് സ്റ്റേമൻസ് ഉൾപ്പെടുന്നതാണ്. നമ്മുടെ ആന്തർ, ഫിലമെൻറ്റ് ഇതെല്ലാം ഉൾപ്പെടുന്ന സ്റ്റേമൻസ് ആണ് ആൻഡ്രീഷ്യത്തിൽ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. സോ ഈ സ്റ്റേമനിൽ എവിടെയാണ് മെയിൽ ഗ്യാമേറ്റ്സ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുക? യെസ്, പോളൻ ഗ്രെയിൻസിലാണ് അല്ലേ. വെരി ഗുഡ്. സോ നമുക്കറിയാം ഇത്തരത്തിലുള്ള പോളൻ ഗ്രെയിൻസ് ആണ് നമ്മളുടെ ഹണി ബീസ് പോലെയുള്ള ഏജൻസിലെല്ലാം ഡസ്റ്റഡ് ആയിട്ട് അവ പിന്നീട് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലേ. എന്തിനാണ്? ഫെർട്ടിലൈസേഷനും അതുപോലെ മറ്റ് പ്രോസസ്സിന്, റിപ്രൊഡക്ഷനും വേണ്ടിയിട്ടാണ് അത് സംഭവിക്കുന്നത്. സോ ഈ പോളൻ ഗ്രെയിൻസ് നമ്മൾ പറഞ്ഞു
ആന്തർ. ഓക്കെ, ആന്തർ ഫിലമെൻ്റ് ഉൾപ്പെടുന്ന സ്റ്റേമനിലാണ് ഈ പോളൻ ഗ്രെയിൻസ് വരുന്നത്. എവിടെയാണ് ഇൻ പർട്ടിക്കുലർ ആയിട്ട് ഈ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? യെസ്, ഇറ്റ് ഈസ് ഇൻ ദി ആന്തർ. ഈ ആന്തറിൽ എവിടെയാണ്? സോ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. സോ ഇൻസൈഡ് ദി ആന്തർ മൈക്രോസ്പൊറാഞ്ചിയം എന്നുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ ഒരു ഭാഗത്തിലാണ് മൈക്രോസ്പൊറാഞ്ചിയം എന്നുള്ള ഒരു പാർട്ടിലാണ് നമ്മളുടെ പോളൻ ഗ്രെയിൻസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ today we are going to discuss about the topic microsporangium. So welcome to today's session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 12 ബയോളജിയിലെ ചാപ്റ്റർ 2 സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ മൈക്രോസ്പൊറാഞ്ചിയം എന്നുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. ക്ലിയർ? ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ടിപ്പിക്കൽ സ്റ്റേമൻ എന്ന് പറയുന്നത് ആന്തർ ആൻഡ് ഫിലമെൻ്റ് ഉൾപ്പെടുന്നതാണ്. ഇവിടെ ആന്തറിലാണ് എന്ത് കാണപ്പെടുന്നത്? പോളൻ ഗ്രെയിൻസ് കാണപ്പെടുന്നത്. സോ ഇൻസൈഡ് ദി ആന്തർ വേർ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഓർ വേർ ഇറ്റ് ഈസ് ഫോംഡ് അതറിയാനായിട്ട് നമ്മൾ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾ കട്ട് ചെയ്യണം. ദാറ്റ് ഈസ് വി ആർ ടേക്കിംഗ് ദി ട്രാൻസ്വേഴ്സ് സെക്ഷൻ. ഈ ട്രാൻസ്വേഴ്സ് സെക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ നമുക്കിവിടെ 2 ലോബ്സ് കാണാൻ സാധിക്കും. ഓക്കെ, 2 ലോബ്സ് കാണാൻ സാധിക്കും. ഇവിടെ 2 ലോബ്സ് പ്രസൻ്റ് ആവുന്നത് കൊണ്ട് തന്നെ ആന്തറിനെ നമ്മൾ ബൈലോബ്ഡ് എന്നാണ് പറയുന്നത്. ക്ലിയർ? ഇറ്റ് ഈസ് ബൈലോബ്ഡ്. നിങ്ങൾ ഇതൊന്ന് ഒബ്സർവ് ചെയ്തേ. വാട്ട് ഇറ്റ് ഈസ്? ഇറ്റ് ഈസ് ക്യാപ്സിക്കം അല്ലേ? ഈ ക്യാപ്സിക്കത്തിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്കിവിടെ 3 ലോബ്സ് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? സോ ഈ ഓരോ ലോബ്സും ഇവിടെ 3 ലോബ്സ് ആണ്. സിമിലർലി ആന്തറിൽ 2 ലോബ്സ് ആണ് പ്രസൻറ്റ്. ദെർഫോർ ഇറ്റ് ഈസ് ബൈലോബ്ഡ്. ക്ലിയർ? ഓരോ ലോബും ഇറ്റ് ഈസ് കണ്ടെയ്നിങ് തെക്കാസ്. ഓക്കെ, ഇതിൽ ഓരോ ലോബിലും തെക്കാസ് പ്രസൻ്റ് ആണ്. സോ ഈ തെക്കാസ് പ്രസൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ കണ്ടോ, ഓരോ ലോബ്സിലും 2 തെക്കാസ് ആണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. സോ ഈ 2 തെക്കാസ് പ്രസൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഡൈതെക്കസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് ഡൈതെക്കസ്. അപ്പോൾ നമ്മുടെ ആന്തർ എന്ന് പറയുന്നത് ബൈലോബ്ഡ് ആണ്, അതുപോലെ തന്നെ ഡൈതെക്കസും ആണ്. ഈ ഓരോ തെക്കാസിനെ, ഈ 2 തെക്കാസിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവ്, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നടുവിലായിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഗ്രൂവ് പോലെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ സിമിലർലി ഇവിടെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവ് റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് സെപ്പറേറ്റ്സ് ദി തെക്ക. ഓക്കെ, സോ we have told it is bilobed and it is dithecous. So here when you see the structure, ഇതിന് ആന്തറിന് 4 കോർണേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? 4 കോർണേഴ്സ്, 4 സൈഡഡ് സ്ട്രക്ചർ ആണത് അല്ലേ? സോ therefore itself it is known as tetragonal. ഓക്കെ, ടെട്ര എന്ന് ഉദ്ദേശിക്കുന്നത് 4 എന്നുള്ളൊരു സംഖ്യയാണ് അത് ഉദ്ദേശിക്കുന്നത്. അതൊരു ടെട്രാഗോണൽ സ്ട്രക്ചറാണ് ആന്തറിനുള്ളത്. 4 സൈഡഡ് സ്ട്രക്ചർ. ഇതിൻ്റെ ഓരോ സൈഡിലും ഓരോ മൈക്രോസ്പൊറാഞ്ചിയ, എന്താണത്? മൈക്രോസ്പൊറാഞ്ചിയ പ്രസൻ്റ് ആണ്. സോ ഈ മൈക്രോസ്പൊറാഞ്ചിയ ഓരോ കോർണറിലും പ്രസൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു 2 ലോബ്സ് ആണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. 2 ലോബ്സ് ആണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. ഓരോ ലോബിലും എന്തുണ്ട്? 2 തെക്കാസ് ഉണ്ട്. അപ്പോൾ 2 കോർണേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ലോബിലും എത്ര മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്? 2 മൈക്രോസ്പൊറാഞ്ചിയ. ദെർഫോർ ടോട്ടലി 4 മൈക്രോസ്പൊറാഞ്ചിയ ആണ് ഇതിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്. ഒരു ആന്തറിൽ എത്ര മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്? 4 മൈക്രോസ്പൊറാഞ്ചിയ. സോ ദിസ് മൈക്രോസ്പൊറാഞ്ചിയ ഇസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ആ ഒരു ഭാഗത്തിലാണ് നമ്മളുടെ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യാവുന്നത്. സോ ഈ നമ്മൾ പറഞ്ഞു മൈക്രോസ്പൊറാഞ്ചിയ.
ഈ മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറയുന്നത് ഇറ്റ് ഡെവലപ്സ് ഇൻ ടു പോളൻ സാക്ക്. ഓക്കെ, നമുക്കറിയാം ഇവിടെ ഒരു ലോബാണ് നിങ്ങൾ കാണുന്നത്. ഇതൊരു സാക്ക് പോലെ ഫോം ചെയ്യുന്നുണ്ട്. ഈ സാക്കിൻ്റെ ഉള്ളിൽ, സാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു സഞ്ചി പോലെ ഒന്ന് ഇമാജിൻ ചെയ്തേ. ആ ഒരു സഞ്ചിയിൽ നിറയെ ചെറിയ ചെറിയ ബോൾസ് ആണുള്ളത്. ഈ ചെറിയ ചെറിയ ബോൾസ് അടങ്ങുന്ന ഒരു സഞ്ചി നിങ്ങൾ ഇമാജിൻ ചെയ്തോ? അത്തരത്തിലുള്ള ഒരു സാക്കാണ് ഇവിടെ പോളൻ സാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? ഈ പോളൻ സാക്കിൽ എന്താണുള്ളത്? പോളൻ ഗ്രെയിൻസ്. ഓക്കെ, ചെറിയ ചെറിയ ബോൾസ് പോലെയുള്ള പോളൻ ഗ്രെയിൻസ് ആണ് ഈ പോളൻ സാക്കിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്. ക്ലിയർ? സോ ദിസ് മൈക്രോസ്പൊറാഞ്ചിയ ഇറ്റ് ഡെവലപ്സ് ടു ഫോം ദി pollen sac. Microsporangia develops to form the pollen sac. And ഈ microsporangia it extends longitudinally throughout the length of anther. ഈ ആന്തറിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനലി ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നേരത്തെ ഡയഗ്രാമിൽ ഓൾറെഡി ക്ലിയർ ആയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ പോളൻ സാക്കിൽ അഥവാ മൈക്രോസ്പൊറാഞ്ചിയ ഡെവലപ്പ് ചെയ്ത് വരുന്ന പോളൻ സാക്കിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? യെസ്, പോളൻ ഗ്രെയിൻസ് അല്ലേ? Clear? Okay. Next, when we look into the transverse section of the anther, ഒരു ടിപ്പിക്കൽ മൈക്രോസ്പൊറാഞ്ചിയത്തിന് എന്ത് ഷേപ്പാണുള്ളത്? ഹിയർ യു ക്യാൻ സി ദ സർക്കുലർ ഷേപ്പ് അല്ലേ? അതിന് ഒരു മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് 4 മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്. 4 കോർണേഴ്സ് ഉള്ള 4 സൈഡഡ് സ്ട്രക്ചറാണ്, ടെട്രാഗോണൽ ഷേപ്പാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ചുറ്റിനുമായിട്ട് ലെയേഴ്സ് ഓഫ് സെൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടോട്ടലി 4 വാൾ ലെയേഴ്സ് പ്രസൻ്റ് ആണ്. ഓക്കെ, സോ ദ മൈക്രോസ്പൊറാഞ്ചിയം ഇസ് സർക്കുലർ ഇൻ ഔട്ട്ലൈൻ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ സറൗണ്ടഡ് ബൈ 4 വാൾ ലെയേഴ്സ്. 4 ലെയേഴ്സ് സറൗണ്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ 4 ലെയേഴ്സിനും പേരുണ്ട്. എന്താണത്? ഔട്ടർ ലെയർ ഇസ് ദി എപ്പിഡെർമിസ്. ഓക്കെ, ഔട്ടർ ലെയർ ഇസ് ദി എപ്പിഡെർമിസ്. നമുക്കറിയാം എപ്പോഴും എപ്പിഡെർമിസ് ഔട്ടർ ലെയർ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഓക്കെ ചിൽഡ്രൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു മൈക്രോസ്പൊറാഞ്ചിയം. ഓക്കെ, ഹിയർ യു ക്യാൻ സീ ദി മൈക്രോസ്പൊറാഞ്ചിയം. 4 മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്. ആൻഡ് അതിന് ചുറ്റിനുമായിട്ട് ലെയേഴ്സ് ഓഫ് വാൾസ് ഉണ്ട്. ഓക്കെ, 4 വാളിൻ്റെ ലെയേഴ്സ് ഉണ്ട്. ആ ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് കാണാനായിട്ട് നമ്മൾ ഈ ഒരു ചെറിയ ഭാഗത്തിൻ്റെ എൻലാർജ്ഡ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവയൊക്കെയാണ്. ഔട്ടർ ലെയറായി വരുന്ന എപ്പിഡെർമിസ്. ഓക്കെ, അതിൻ്റെ ഉൾഭാഗത്തായിട്ട് വരുന്നത് ഏതാണ്? എൻഡോതീഷ്യം. നിങ്ങൾ എൻഡോതെർമൽ റിയാക്ഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എൻഡോ എന്നുള്ളൊരു വാക്ക് എപ്പോഴും ഉള്ളിലേക്ക് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ സോ യൂഷ്വലി ഇറ്റ് ഈസ് യൂസ് ടു ഡിനോട്ട് ഉള്ളിലേക്ക്. സോ ഉള്ളിലത്തെ ലെയർ എപ്പിഡെർമിസിൻ്റെ കീഴിലായി വരുന്ന ലെയറാണ് എൻഡോതീഷ്യം. ഓക്കെ, എന്താണ് എൻഡോതീഷ്യം? എൻഡോതീഷ്യം കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ ഹിയർ യു ക്യാൻ സി മിഡിൽ ലെയേഴ്സ്. കണ്ട, മിഡിൽ ലെയേഴ്സ് പ്രസൻ്റ് ആണ്. ഇനി മിഡിൽ ലെയേഴ്സിൻ്റെയും ഉള്ളിൽ എന്താണ് വരുന്നത്? മിഡിൽ ലെയേഴ്സ് കഴിഞ്ഞ് വരുന്ന ലെയറാണ് ടെപ്പീറ്റം. ഓക്കെ, ടോട്ടലി 4 ലെയേഴ്സ് നമ്മൾ പഠിച്ചു. എൻ്റെ കൂടെ ഓർക്കെ ലൗഡായിട്ട് ഈ പേരുകൾ ഒന്നുകൂടെ പറഞ്ഞേ. വിച്ച് ആർ ദി 4 ലെയേഴ്സ്? എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയേഴ്സ് ആൻഡ് ടെപ്പീറ്റം. സോ 4 ലെയേഴ്സ് ആർ പ്രസൻറ്റ് അല്ലേ? ഇനി ഈ 4 ലെയേഴ്സ് നമ്മളുടെ മൈക്രോസ്പൊറാഞ്ചിയത്തിനെയാണ് സറൗണ്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവയ്ക്കെല്ലാം ഒരു ഫങ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഹിയർ നമ്മൾ കണ്ടു മൈക്രോസ്പൊറാഞ്ചിയം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് പ്രസൻ്റ് ആണ്. ഈ ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഇതിൽ ഓരോ സെൽസും അറിയപ്പെടുന്നത് മൈക്രോസ്പോർ മദർ സെൽ എന്നാണ്. ഓക്കെ, എന്താണത്? മൈക്രോസ്പോർ മദർ സെൽ. അപ്പോൾ മൈക്രോസ്പൊറാഞ്ചിയം പ്രസൻ്റ് ആണ്. മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളിൽ സെൻറ്ററിലുള്ള ഓരോ സെല്ലിനെയും നമ്മൾ എന്താ പറയുന്നത്? മൈക്രോസ്പോർ മദർ സെൽ. ക്ലിയർ? ഇനി ഇവയുടെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. സോ
ഔട്ടർ ലെയേഴ്സ് എപ്പോഴും അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആയിരിക്കും അല്ലേ. സോ ദി ഔട്ടർ ലെയർ ഏതൊക്കെയാണത്? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയേഴ്സ്. അവയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ്. ആൻഡ് ഓൾസോ ഇൻ ദി ഡെഹിസൻസ് ഓഫ് ദി ആന്തർ, നമ്മൾ ഒരു ലൈൻ ഓഫ് ഡെഹിസൻസ് പഠിച്ചിരുന്നു അല്ലേ. ഇവിടെ ഒരു ലൈൻ ഓഫ് ഡെഹിസൻസ് നമ്മൾ പഠിച്ചു. ഈ ലൈൻ ഓഫ് ഡെഹിസൻസിലൂടെയാണ് മെച്ചുവർ ആയി വരുന്ന പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരുന്നത്. ഡെഹിസൻസ് എന്നുള്ളൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിണ്ട് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇന്നർ ലെയർ ആണ് ടെപ്പീറ്റം എന്ന് പറയുന്നത്. ടെപ്പീറ്റം നമ്മുടെ മൈക്രോസ്പോർ മദർ സെല്ലിൻ്റെ ചേർന്ന് കാണപ്പെടുന്ന ലെയറാണ്. അവയുടെ ഫങ്ഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദി നറിഷ്മെൻറ്റ്. സോ ഇറ്റ് ഈസ് ദി നറിഷ്മെൻറ്റ് ഓഫ് ദി പോളൻ ഗ്രെയിൻസ്. സോ ദ ഫങ്ഷൻ ഓഫ് ദി ടപ്പീറ്റം എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻസിന് നറിഷ്മെൻറ്റ് കൊടുക്കുക. ഇവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇവയ്ക്ക് ജനറലി മോർ ദാൻ 1 ന്യൂക്ലിയസ് പ്രസൻ്റ് ആയിരിക്കും. ടപ്പീറ്റം എന്നുള്ള ലെയറിലെ ഓരോ സെൽസിനും മോർ ദാൻ 1 ന്യൂക്ലിയസ് പ്രസൻ്റ് ആയിരിക്കും. മാത്രമല്ല അവയ്ക്ക് ഡെൻസ് സൈറ്റോപ്ലാസം പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദി specialities of the 4 layers. Now moving on to the group of cells. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഹോമോജീനിയസ് ടിഷ്യൂ പ്രസൻ്റ് ആണെന്ന് അല്ലേ. സോ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഇവിടെ എല്ലാം പരസ്പരം സിമിലർ ആണ് കാണപ്പെടാനായിട്ട്. therefore it is homogeneous group of cells and also അവ കോമ്പാക്റ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുള്ളതാണ്. സോ ഇത്തരത്തിൽ കോമ്പാക്റ്റ്ലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹോമോജീനിയസ് സെൽസിനെ, അതായത് നമ്മളുടെ മൈക്രോസ്പോറാൻജിയത്തിൻ്റെ സെൻറ്ററിൽ കാണുന്ന ഇത്തരത്തിലുള്ള സെൽസിനെ നമ്മൾ സ്പോറോജീനിയസ് ടിഷ്യൂ എന്നാണ് പറയുന്നത്. സോ സ്പോറോജീനിയസ് ടിഷ്യൂ ആന്തർ യങ് ആയിരിക്കുന്ന സമയത്താണ് പ്രസൻ്റ് ആയി വരിക. ഓക്കെ, സോ ആന്തർ യങ് ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു TS എടുത്ത് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് സ്പോറോജീനിയസ് ടിഷ്യൂ കാണാൻ പറ്റും. ഈ സ്പോറോജീനിയസ് ടിഷ്യൂ എന്ത് സംഭവിക്കുന്നു? അതിലുള്ള ഓരോ സെല്ലിനെയും നമ്മൾ പറയുന്നതാണ് മൈക്രോസ്പോർ മദർ സെൽ അഥവാ പോളൻ മദർ സെൽ എന്നും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, പോളൻ മദർ സെൽ. ഈ ഓരോ സെല്ലും ഈ ഓരോ സെല്ലിനും എന്ത് സംഭവിക്കുന്നു? അത് സെൽ ഡിവിഷൻ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം ആന്തർ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിലുള്ള ഓരോ സെല്ലും ഓരോ സെൽസ് ഓഫ് സ്പോറോജീനിയസ് ടിഷ്യൂ അത് 2n കണ്ടീഷനാണ്. ഓക്കെ, 2n ക്രോമോസോമൽ കണ്ടീഷനിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഓരോ സെല്ലിനും മിയോസിസ് ഡിവിഷനാണ് അണ്ടർഗോ ചെയ്യുക. നമുക്കറിയാം ഗ്യാമേറ്റ്സ് മിയോസിസ് ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? മൈക്രോസ്പോർ ടെട്രാഡായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇഫ് യു ഒബ്സർവ് ദിസ് ഇമേജ്, നമുക്കറിയാം മൈക്രോസ്പോർ മദർ സെൽ എന്തായി മാറുന്നു? 2 സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെയും സെൽ ഡിവിഷനിലൂടെ 4 മൈക്രോസ്പോർസ്, ഒരു ക്ലസ്റ്റർ മൈക്രോസ്പോർസിൻ്റെ 4 മൈക്രോസ്പോർസിൻ്റെ ഒരു ക്ലസ്റ്റർ രൂപപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഈ 4 മൈക്രോസ്പോറിൻ്റെ ഒരു ക്ലസ്റ്റർ ആയതുകൊണ്ട് തന്നെ 4 എന്നുള്ളൊരു സംഖ്യയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ടെട്രാഡ് എന്ന് പറയുന്ന വാക്കിലൂടെ. സോ മൈക്രോസ്പോർ ടെട്രാഡ് ഇസ് ഫോംഡ് ഫ്രം ദി മൈക്രോസ്പോർ മദർ സെൽ. സോ ഈ മൈക്രോസ്പോർ മദർ സെൽ എന്ത് തരത്തിലുള്ള സെൽ ഡിവിഷനാണ് അണ്ടർഗോ ചെയ്യുന്നത്? മിയോസിസ്. സോ ഈ മിയോസിസിലൂടെ മൈക്രോസ്പോർ ടെട്രാഡ് ഫോം ചെയ്തു. ഇനി എന്താ സംഭവിക്കുന്നത്? ഈ ഓരോ മൈക്രോസ്പോർ ടെട്രാഡും അവ ആന്തർ മെച്ചുവർ ആവുന്നതനുസരിച്ച് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നതിലൂടെ ഓരോ മൈക്രോസ്പോറും അവ ഡിസോസിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദേ ഗെറ്റ് സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. ഓക്കെ, ഇതിലെ ഓരോ മൈക്രോസ്പോറും ദേ ഗെറ്റ് സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ആൻഡ് ദേ ഫോം ഇൻഡിവിജ്വൽ മൈക്രോസ്പോർ. ഓരോ ഇൻഡിവിജ്വൽ മൈക്രോസ്പോറായി മാറുന്നു. ഓരോ മൈക്രോസ്പോറും എന്തായി മാറുന്നു? അവ ഓരോ പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നുണ്ട്. ഈ പോളൻ ഗ്രെയിൻ ഡെവലപ്പായി മെച്ചുവർ ആയതിനു ശേഷം ലൈൻ ഓഫ് ഡെഹിസൻസിലൂടെ പുറത്തേക്ക്
വരികയാണ്, നമ്മളുടെ ആന്തറിൻ്റെ പുറത്തേക്ക് വരികയാണ്. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് പ്രോസസ്. ഇവിടെ മൈക്രോസ്പോർ മദർ സെൽ 2n കണ്ടീഷനിലുള്ള മൈക്രോസ്പോർ മദർ സെൽ സെൽ ഡിവിഷൻ അണ്ടർഗോ ചെയ്യുന്നു. അത് 2 സെൽസ് ആയിട്ട് മാറുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അത് പിന്നീട് 4 സെൽസിൻ്റെ ഒരു ടെട്രാഡ് ഫോമിലേക്ക് മാറുന്നുണ്ട്. മൈക്രോസ്പോർ ടെട്രാഡ്, 4 മൈക്രോസ്പോർ അടങ്ങുന്ന ഒരു ക്ലസ്റ്ററായിട്ട് രൂപപ്പെടുന്നുണ്ട്. അത് പിന്നീട് മൈക്രോസ്പോറായിട്ട് മാറുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് മൈക്രോസ്പോറോജനസിസ്. ഓക്കെ, മൈക്രോസ്പോറോജനസിസ്. മൈക്രോസ്പോറോജനസിസിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പോളൻ മദർ സെൽ അഥവാ PMC ഓർ മൈക്രോസ്പോർ മദർ സെൽ, ഈ മൈക്രോസ്പോർ മദർ സെൽ അതായത് നമ്മുടെ സ്പോറോജീനസ് ടിഷ്യൂവിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഓരോ സെല്ലും ഒരു പൊട്ടൻഷ്യൽ പോളൻ മദർ സെല്ലാണ്. ഓക്കെ, ഓരോ മദർ സെല്ലും ഒരു മൈക്രോസ്പോർ ടെട്രാഡായി മാറാൻ സാധ്യത പൊട്ടൻഷ്യൽ ഉള്ളവയാണ്. സോ ഈ ഒരു പൊട്ടൻഷ്യൽ പോളൻ മദർ സെല്ലും എന്തായി മാറുന്നുണ്ട്? മൈക്രോസ്പോറായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സോ the formation of it is the process of formation of what? Formation of microspore from pollen mother cell through meiosis. ഇതിനെയാണ് മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടുഡേ വി ഹാവ് ലേൺഡ് ദി പ്രോസസ് ഓഫ് മൈക്രോസ്പോറോജനസിസ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ആൻഡ്രീഷ്യം എന്നുള്ളൊരു ഭാഗം, അതിൽ ആന്തർ ഫിലമെൻ്റ് ഉൾപ്പെടുന്നുണ്ട്. ആന്തറിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുക്കുമ്പോൾ ഉള്ളിൽ എന്താണുള്ളത്? ആ ഉള്ളിലെ ഭാഗമാണ് മൈക്രോസ്പോറാഞ്ചിയം. മൈക്രോസ്പോറാഞ്ചിയം എന്തായി മാറുന്നു? അതിൽ പോളൻ മദർ സെൽ ഡെവലപ്പ് ആവുന്നുണ്ട് അല്ലേ? സോ ദേ ഡെവലപ്സ് ആൻഡ് ത്രൂ മിയോസിസ് വാട്ട് ഈസ് ഫോമിങ്? മൈക്രോസ്പോർ അല്ലേ? ഈ മൈക്രോസ്പോർ പിന്നീട് ഡീഹൈഡ്രേഷനിലൂടെ പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറുന്നുണ്ട്. സോ ഈ പോളൻ ഗ്രെയിൻസ് പിന്നീട് ആന്തറിന് പുറത്തേക്ക് ലൈൻ ഓഫ് ഡെഹിസൻസിലൂടെ പുറത്തേക്ക് എത്തുകയാണ് അല്ലേ? സോ ദേ കണ്ടെയ്ൻസ്, ഈച്ച് ഓഫ് ദീസ് പോളൻ ഗ്രെയിൻസ് കണ്ടെയ്ൻസ് വാട്ട്? മെയിൽ ഗാമേറ്റ്സ്. ഓരോ പോളൻ ഗ്രെയിനിലും മെയിൽ ഗാമേറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അല്ലേ? സോ ഈ പോളൻ ഗ്രെയിൻസ് ആണ് വിവിധ ഏജൻസിൻ്റെ സഹായത്തിലൂടെ നമ്മളുടെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിലേക്ക് എത്തുകയും പിന്നീട് റിപ്രൊഡക്ഷൻ സാധ്യമാവുകയും ചെയ്യുന്നത്. സോ I hope everyone understood today's session. Hoping to meet you in the next session. Until then, thank you.